കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 44 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിസ്മയഭരിതരായിരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അതത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമ്മളിന്ന് സഭയിൽ വിശുദ്ധ വെഞ്ചസ്ലാവുസിനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ബൊഹേമിയയുടെ രാജാവായിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ വളർത്തിയത് വല്യമ്മയാണ്. വല്യമ്മ അദ്ദേഹത്തെ വളർത്തിയത് ഭക്തിയിലും വിശ്വാസത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ അനുജനെ വളർത്തിയത് സ്വന്തം അമ്മയാണ്. ആ അമ്മ അങ്ങേയറ്റം ഈ വിശ്വാസത്തെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ദ്വേഷിക്കുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഭർത്താവിൻ്റെ മരണാനന്തരം അവർ ഭരണമേറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ വെഞ്ചസ്ലാവുസിനെ പലരും പ്രേരിപ്പിച്ചാണ് ജനത്തിൻ്റെ നന്മയോർത്തെങ്കിലും ഭരണമേറ്റെടുക്കണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. രാജാവായിരുന്നിട്ടും അദ്ദേഹത്തിന് അതിനേക്കാൾ ഇഷ്ടം ഒരു സന്യാസ ജീവിതം നയിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഭക്തിയിൽ ജീവിച്ചു, ഭക്തി പ്രചരിപ്പിച്ചു. ദൈവജനത്തെ ആ ഭക്തിയിൽ നിലനിൽക്കാൻ അവൻ സംരക്ഷണവും സഹായവും നൽകിയവനാണ്. പിന്നീട് നമ്മൾ കാണുകയാണ്, അദ്ദേഹത്തിന് തന്നെ സഹോദരൻ അമ്മയുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഒരു ദിവസം ഇദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നപ്പോൾ വന്ന് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 തീമോത്തി 4 അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നാം സുവിശേഷം ജീവിക്കണം, പ്രചരിപ്പിക്കണം. ഇത് സാധിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ വെഞ്ചസ്ലാവോസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാം, പ്രതികൂലമായിട്ട് വരാം. അവിടെയെല്ലാം നമ്മൾ സുവിശേഷം ജീവിക്കുന്നവരും സുവിശേഷം പ്രചരിപ്പിക്കുന്നവരുമായിട്ട് മാറണം. അതിന് ആത്മീയമായിട്ട് നമ്മൾ ഒരുപാട് വളരണം. നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളെ വെടിയാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, ചില കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചപ്പോൾ മനസ്സിലാക്കാൻ പലർക്കും എളുപ്പമായിരുന്നു, അത് ഏറ്റെടുക്കാൻ പലർക്കും ആവേശമായിരുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്നത്, അത്ഭുത രോഗസൗഖ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ മുമ്പിൽ എത്രമാത്രം ആവേശം ജനം കാണിച്ചു എന്ന് നമുക്കറിയാം. യോഹന്നാൻ 6-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. യേശു വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചു. വിശുദ്ധ കുർബാനയെ അർപ്പിക്കാൻ നിങ്ങൾ വില കൊടുക്കേണ്ട ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണം, അല്ലാത്തവർക്ക് ജീവനില്ല. ഇത് കേട്ടത് കുറച്ച് പേര് പറഞ്ഞു, ഇത് ഇച്ചിരി കഠിനമാണ്, അതുകൊണ്ട് നമുക്ക് വിട്ടുപോയേക്കാം. അങ്ങനെ വിട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ശിഷ്യന്മാരോട് പോലും കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം, പക്ഷേ ഈ പഠനത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു പോയാൽ പോരാ. കഠിനമായതാണെങ്കിലും കർത്താവിനെ അനുഗമിക്കാൻ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണെങ്കിൽ ഏറ്റെടുക്കണം എന്നുള്ളത് കർത്താവ് അതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ചിലർ പരീക്ഷയ്ക്കൊരുങ്ങുമ്പോൾ പഠിക്കാൻ എളുപ്പമുള്ളതെല്ലാം പഠിക്കും, ബുദ്ധിമുട്ടുള്ളതൊക്കെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്, ഞാൻ പഠിച്ചത് തന്നെ പരീക്ഷയ്ക്ക് വരണേ എന്നും പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എളുപ്പ വഴിയല്ല. ക്രിസ്തീയ ജീവിതം എളുപ്പമാർഗമല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കാൻ വേണ്ടി
ഓടി വന്നൊന്ന് പ്രാർത്ഥിച്ച് അത് നടന്നാൽ, രോഗശാന്തി കിട്ടിയ ആശുപത്രി പോകേണ്ട കാര്യമില്ലല്ലോ, പണം മുടക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു എളുപ്പ വഴിയായിട്ട് ക്രിസ്തീയ ജീവിതത്തെ, ക്രിസ്തീയ വിശ്വാസത്തെ നാം കാണരുത്. യഥാർത്ഥ വഴി, സ്വർഗത്തിൽ നമ്മളെ എത്തിക്കുന്ന വഴി, ആ വഴിയെ പോകണമെങ്കിൽ അത് കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചതാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞാൽ ത്യാഗമെടുത്ത് വില കൊടുത്ത് വിശ്വാസം ജീവിച്ച് നേടിയെടുക്കേണ്ടതാണ് സ്വർഗരാജ്യം. വെറുതെ ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ടോ നേർച്ചയിടുന്ന കാര്യത്തിലൂടെയോ നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ദൈവത്തെ അറിഞ്ഞവരെ പോലെ നമ്മൾ ജീവിക്കണം. വിശ്വാസത്തെ പ്രതി വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ ആദ്യ വായന നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, യൗവനത്തിലേ നമ്മൾ ആരംഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രായമായി റിട്ടയർമെൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് ചിന്തിച്ചിരിക്കേണ്ടതല്ല. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ പറ്റാത്ത, ഒന്നിലും ഒരു സുഖം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങൾ നാം കാണേണ്ടി വരും. അത് ഉണ്ടാകാതിരിക്കാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, യൗവനത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ നീ അറിയണം. ഇന്ന് പല യൗവനക്കാരുടെയും ചിന്ത, ഇപ്പം നല്ല ചോരത്തിളപ്പിൻ്റെ കാലമാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ശരീരമൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിയുമ്പം, അതല്ലെങ്കിൽ റിട്ടയർമെൻ്റൊക്കെ ആയി കഴിയുമ്പം പ്രാർത്ഥിക്കാം, ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് കയറിയേക്കാം. ശരിയല്ല, അപകടകാരിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആരെല്ലാം ദൈവത്തെ ആരാധിക്കണം. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണെന്നറിയോ? യുവജനങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അത് ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 6:18 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യൗവനത്തിലെ ചെറുപ്പത്തിലെ തന്നെ ജ്ഞാനം സമ്പാദിക്കുക, പ്രായമാകുമ്പോഴും നീ അത് തുടരുക. വാർദ്ധക്യത്തിലും തുടരേണ്ട ഒരു കാര്യമാണ് ജ്ഞാനസമ്പാദനം. അതിന് യൗവനത്തിൽ തന്നെ അത് സമ്പാദിച്ചു തുടങ്ങണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. പറയുന്നുണ്ട്, എനിക്ക് സൗകര്യമൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ കുറച്ച് അസൗകര്യങ്ങളൊക്കെ അങ്ങ് മാറിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാം, ജ്ഞാനസമ്പാദനം തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്ന ചിലപ്പോൾ അത് നടക്കാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെ യൗവനത്തിൽ തന്നെ നീ ആരംഭിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ജോലിത്തിരക്കിനിടയിലും പ്രാർത്ഥിക്കാൻ ഒരല്പസമയം കണ്ടെത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. എനിക്ക് സമയം കിട്ടിയില്ല, ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ വന്ന്, അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ന്യായീകരിക്കാം. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം മൈ വർക്ക് ഈസ് മൈ വർഷിപ്പ്, എൻ്റെ ജോലിയാണ് എൻ്റെ ആരാധന. ജോലി ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകം പ്രാർത്ഥനയ്ക്കൊരു സമയം മാറ്റി വെക്കാനായിട്ട് അതില്ല, അത് ഞാൻ ശ്രദ്ധിക്കാറുമില്ല. അപകടകാരിയാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും, ലൂക്കാ 21-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനം വായിച്ചാൽ, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ യേശു ചെയ്തൊരു കാര്യം. അവൻ പകൽ മുഴുവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയായപ്പോൾ അവൻ മലമുകളിലേക്ക് കയറി അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പകൽ മുഴുവൻ അധ്വാനിച്ച് ക്ഷീണമില്ലാണ്ടിരിക്കുമോ? എന്നിട്ട് നമ്മൾ കാണുകയാണ്, രാത്രിയിൽ മലമുകളിലേക്ക് കയറി അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇത് യേശു നമുക്ക് തന്നിരിക്കുന്ന ഒരു മാതൃകയാണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു പഠനമാണ്. അത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർ സുരക്ഷിതരായിരിക്കും. അതല്ല എങ്കിൽ ആ ദിവസം കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴും. അതാണ് ഈ അധ്യായത്തിൽ തന്നെ ലൂക്കാ 21-ാം അധ്യായം 34-35 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഇതൊക്കെയാണ് പലർക്കും പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്തതിൻ്റെ, പ്രാർത്ഥിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം.
സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും. ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴും. പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക എന്ന് കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. യേശു തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലേ? അതൊരു മുന്നറിയിപ്പാണ്, ഒരു ഉപദേശമാണ്. അതെടുത്ത് മുന്നോട്ട് പോകുവാൻ വേണ്ട ആ കൃപയ്ക്കും വിവേകത്തിനും വേണ്ടി ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.